ഉമ്മാക്കിതാ ചോക്ലേറ്റിന്റെ ജ്യൂസ് അങ്ങനെ ഉണ്ട് നോക്കണേ കുടിച്ചിട്ട്. ഞാൻ മതി സമൂത് കൊടുക്കണം സ്പെഷ്യൽ ആയിട്ട് ഒരു ഗിഫ്റ്റ്. ഈ നമ്മളെ ഈ ഫർണിച്ചറൊക്കെ വന്നപ്പോ അതിന് ഇത് കിട്ടാത്ത ഇല്ലാത്ത ആൾക്കാർ കുറെ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഞങ്ങളും ഇത് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു അനുഭൂതിയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഇത് കിട്ടാത്ത. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അപ്പൊ ഞങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബർ ഒരു സ്പെഷ്യൽ ഐറ്റംസ് സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഫുഡ് ഐറ്റംസ് ആണ്. അപ്പൊ ഇങ്ങോട്ട് ആൾ ഒരു വണ്ടിയിൽ വന്നതാണ്. ഒരുപാട് ഐറ്റം ഫുഡുകളുണ്ട്. ഒരു സ്നാക്സ്, അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം, അതായത് തലശ്ശേരി ഫുഡാണ്. തലശ്ശേരി ബിരിയാണി, തലശ്ശേരിയിലെ ഒരുപാട് സ്നാക്സ്, ഒരുപാട് ഐറ്റംസ് ഫുഡുകൾ. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. ഫുഡ് കൊടുന്നോണ്ട് പറയല്ല. ഏതായാലും അദ്ദേഹം ആ വ്യക്തി അങ്ങനെ കൊടുത്തയച്ചല്ലോ, വളരെ സന്തോഷമുണ്ട്. ആരുമില്ലാത്തവർക്ക് പഠിച്ചവനുണ്ട്, അതുപോലെ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ വളരെ സത്യമാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ ഹലാലായ മുറാദെല്ലാം ഹാസലായി കൊടുക്കട്ടെ, ദീർഘായുസ് മാഫിയത്തും കൊടുക്കട്ടെ, ഏലോകത്തും പരലോകത്തും സന്തോഷം കൊടുക്കട്ടെ. അല്ല അതെ. അപ്പൊ ഏതായാലും നമ്മൾ ഫുഡ് ഇങ്ങനെ വ്ളോഗൊന്നും ചെയ്യരുത് എന്നാണ്. പക്ഷെ ഞങ്ങളൊരു സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ആളുകളുണ്ട്, ഞങ്ങൾ ഒറ്റക്കല്ല എന്നുള്ള ആ ഒരു സന്തോഷം നിങ്ങൾ അറിയിക്കണം. അപ്പൊ ആ ഫുഡുകളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ചു തരട്ടാ. എന്തൊക്കെയാണ് സ്പെഷ്യലി ഫുഡുകളെന്ന് നിങ്ങളെ കാണിച്ചു തരാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട. ആദ്യമായിട്ട് കാണാൻ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആരും സ്കിപ്പ് ചെയ്യേണ്ട. സ്പെഷ്യൽ ഐറ്റംസുകളാണ്. എന്തൊക്കെയാണ് നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരും. അതെ, ഓക്കെ. അപ്പൊ നാടൻ തലശ്ശേരി ബിരിയാണി ഇട്ടത് നമ്മള് നല്ല മണക്കണ്ടില്ലേ. അപ്പൊ ഇതൊക്കെ മാറുന്ന വിളമ്പുണ്ട്. വിളമ്പിട്ട് ഇപ്പൊ ഞങ്ങൾ ഇരിക്കാൻ പോകട്ടാ. അമ്മ കഴിക്കാൻ പോകട്ടാ. തലശ്ശേരി ബിരിയാണി ഇന്നലെ 1.5 മുതലാണ്. കഴിഞ്ഞ ഇവിടെ സജീവായിട്ടുണ്ട്. മോളൂസിന്റെ കാല് കുട്ടിമോന് ഈ കൂറെല്ലാം അടിച്ചു മാറ്റാൻ നോക്കി മോൾട്ടെ. എല്ലാരും പൊന്നും അപ്പുറത്തേക്ക് വെക്കണം. ഇപ്പൊ കഴിക്കുന്ന ഇവിടെ ഇതമ്മ കഴിച്ചോളി. അടിപൊളി സൂപ്പറാണല്ലേ തലശ്ശേരി ബിരിയാണി. തന്നെ 1.5 മുതൽ എനിക്ക് നഷ്ട മോനെ മരയൊക്കെ കഴിച്ചോ തലശ്ശേരി ബിരിയാണി. എനിക്ക് വേണം. ഉമ്മമാനെ ഉരുള വാങ്ങിക്കോ. ഉമ്മമാനെ അത് വാങ്ങും. ഒരു ഉരുള അത് കൊടുത്താളി. അപ്പൊ ഏതായാലും ഞങ്ങൾ കഴിക്കണേ. ബാക്കി വിവരങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അടിപൊളിയാട്ടാ. ഏതായാലും മാഷാ അല്ലാഹ്. അടിച്ചു മാറ്റി. അത് അടിച്ചു മാറ്റി മോൾട്ടിന്റെ കുറവ്. ഇത്ര വാണ്ടി നിങ്ങളെ വലിപ്പം കൊണ്ട് വാണ്ടിയെന്ന് തോന്നി. എങ്ങനെയുണ്ടോ ഇനിയും കൊച്ചിട്ടോ പാത്രത്തിൽ കൊണ്ടിട്ടോ. എന്താ പറയാം. ഏതായാലും തലശ്ശേരി ഭാഗത്തുള്ളവര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണണങ്ങള് ഏതായാലും ഈ തലശ്ശേരി ബിരിയാണി എന്ന് വെച്ചാൽ 1.5 മുതൽ തന്നെയാണ്. തലശ്ശേരി പോകുമ്പോൾ ആരും കഴിക്കാതിരിക്കണ്ട, അവിടെ പോയി കഴിച്ചോണ്ടി. നമ്മുടെ നാട്ടിലൊക്കെ തലശ്ശേരി ബിരിയാണി കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, ഇതൊന്നും കൂടി നന്നായിട്ടുണ്ട്. അടിപൊളി മാഷാ അല്ലാഹ്. പിന്നെ ഞാനേ നമ്മളിവിടെ ഒക്കെ തലശ്ശേരി ബിരിയാണി പക്ഷെ ഇത് അവിടുന്ന് തന്നെ വന്നാകുമ്പോ ഇങ്ങനെ നമുക്ക് വിശ്വസിച്ച് ഇവിടെ ഉണ്ടാക്കണ എങ്ങനെ നമുക്ക് അറിയില്ല. ഞാനും മുത്തും കൂടി ഒരു രസം കഴിച്ചിട്ടുണ്ട്. ഞങ്ങള് കണ്ണൂർ പോയി വരുമ്പോ എങ്ങനെയുണ്ട്? സൂപ്പറല്ല. ഞങ്ങള് കഴിക്കട്ടെട്ടാ. ഞാൻ തരുന്നുണ്ടല്ലോ. പേരക്കുട്ടി ഉമ്മമാന്റെ ഉരുള വാങ്ങണേ. ഓനക്ക് കിട്ടിയില്ല, മറ്റേറ്റങ്ങൾക്ക് നല്ല കിട്ടിയില്ല. ഞാൻ ചീത്ത അറിയും പള്ളത്തി കൊടുക്കരുത് നിങ്ങാണ്ട്. ഇമ്മ അങ്ങോട്ട് പള്ള ഫുള്ളാക്കും. ഞാൻ പറഞ്ഞേ ഇത്ര തോന്നൽ കൊടുക്കരുതിട്ട് അറിഞ്ഞാണ്ട് പള്ള വരെക്കാണ്ട് വരും കുട്ടി അവിടെ ചെന്നുകാണ്ട്. ഏടാ ഉമ്മ വരെ തിന്നാൻ വെക്കൂല. ഓൻ തിന്നണേ നിങ്ങളെ. അപ്പൊ എല്ലാരും തലശ്ശേരി ബിരിയാണിയൊക്കെ കഴിച്ചതാ ടയേർഡായി കുറച്ച് റെസ്റ്റൊക്കെ എടുത്താക്കി ഇരുന്ന്. പക്ഷെ മക്കളെ അതുകൊണ്ട് തീർന്നിട്ടില്ല. ഫുഡ് ഇനി നിങ്ങൾ കാണാൻ പോകണേ. അടുത്ത പെട്ടി ഇതാ തുറക്കാൻ പോകണേ. എന്തൊക്കെയാ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ആരും സ്കിപ്പ് ചെയ്ത് പോലെ ഇത് കാണേണ്ട തന്നെയാണ്. ബടാലിട്ടാലോ ഉമ്മ പെട്ടി തുറന്നിട്ടുണ്ട്.
മാഷാ ഇതെന്താ സംഭവം? ഇതിന്റെ എന്താണ് ഇതിന്റെ പേര് പേരൊന്നും അറിയില്ല. പൂവടയാണോ അതേപോലത്തെ ഒരു സാധനം ഉണ്ടതാ. അതെ പറയോ ഇതിന്റെ പേരെന്താ? എന്താണ്? ആ ഇറച്ചിപ്പത്തിരിയാണ്. ഇറച്ചിപ്പത്തിരിയാണ്. തലശ്ശേരിയുടെ ഇറച്ചിപ്പത്തിരിയാണ്. അപ്പൊ അടുത്തെടുക്ക് ഉന്നക്കായ പയന്നറവാണ്. ഇതാ പഴനിറവ്. അത് പഴല്ല. പൊന്നെ പയന്നറവ്. മാഷാ നോക്കണ്ടോ ഇനി ഇതോ ഇവിടെ ബണ്ണറവ്. പേരൊക്കെ ഫുള്ള് അറിയാലോ കുട്ടിമോനെ. വെറുതെ തട്ടില്ലല്ലോ. ഇത് രണ്ടും കറക്റ്റാ. ഇത് അറിയില്ല. ഏതായാലും ഉമ്മ കണ്ടില്ലെങ്കിലേ പപ്സ് ഇമ്മ ഇതൊക്കെ എങ്ങനെ തിന്നു കൂടി. പിന്നെ മുട്ടപ്പത്തിരി അല്ലേ? ആ ചട്ടിപ്പത്തിരി. ചട്ടിപ്പത്തിരി ചട്ടിപ്പത്തിരി. ഈ ബോക്സിൽ വന്നാണ് ഇതിട്ട മക്കളെ. ഈ ബോക്സില് ഈ ഫുഡും അതുപോലെ തന്നെ ബിരിയാണി, ക്രീം ബന്നെ, ചിക്കൻ ബന്നട, ചിക്കൻ ബന്നട, ഏതായാലും ചിക്കൻ ബെന്നിന്റെ അട, ബെന്നിന്റെ അട, അതെന്താ സാധനം? ഞങ്ങള് ചിന്തിക്കല്, ഈ സ്ത്രീകൾ ചിന്തിക്കല് ക്ലാസ് ആണോ അങ്ങനത്തെ കേടല്ലമ്മ. ഇതാണ് ഉന്നക്കായ. ഇതാണ് ഉന്നക്കായ. എന്താ പാടിയത്? നല്ല സ്മെല്ലിട്ടാ. മുത്തു ഇന്ന് അടിച്ചു മാറ്റി തിന്നൽ തുടങ്ങിയിട്ടുണ്ടോ? അപ്പൊ മറ്റേതോ കല്ലുമ്മക്കായല്ലേ? പേരും ടേസ്റ്റ് ആണിത്. ഏറ്റവും ടേസ്റ്റ് ഉന്നക്കായ. ഒരു മിനിറ്റ് ഇതാണേല്. അപ്പൊ ഇത് നമ്മള് കഴിക്കാൻ പോണേ. പ്ലേറ്റ് ഒക്കെ എടുത്തേക്കാൻ പോട്ടാ. എന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. അപ്പൊ മക്കളെ നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് വിട്ട സ്നാക്സുകളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നുമില്ല, നമ്മൾ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസുകൾ അധികം ആളുകളെ നമ്മൾ പബ്ലിഷ് ചെയ്യരുത് എന്നാണ്. കാരണം ഇത് കിട്ടാത്ത ഇല്ലാത്ത ആൾക്കാർ കുറെ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഞങ്ങളും ഇത് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു അനുഭൂതിയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഇത് കിട്ടാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇത് വീഡിയോ ചെയ്യുന്നതിനും ഞങ്ങൾക്ക് വിഷമമുണ്ട്. വലിയ അതിർപ്പം. എന്താ പറയാ, ഒരുപാട് സാധനമുണ്ടേ. ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ സാധനങ്ങൾ. കുട്ടിമാനെ ഈ സാധനത്തിന്റെ പേരൊക്കെ എനിക്ക് ശരിക്കും അറിയോ? എന്താ ഇതിക്ക് രണ്ടെണ്ണത്തിന്റെ അറിയുള്ളൂ. മൂന്നെണ്ണത്തിന്റെ. ഇത് ഒന്ന് ഉന്നക്കായ, ഒന്ന് പപ്സ്, ഇറച്ചിപ്പത്തിരി. ആ ചെറുത് ഇതാണ് ഇറച്ചിപ്പത്തിരി. ഇതാണ് ഇത് ചട്ടിപ്പത്തിരി. ഇത് പയന്നറവ്. ഇത് എന്നൊരു ബന്ന്. അപ്പൊ ഏതാണ്ട് ഇതിന്റെ ബാക്കി ഇവിടെ ഉണ്ട്. ബാക്കി ഇതാ സാധനങ്ങൾ ഇവിടെ ഇതിലൊക്കെ ഉണ്ട്. മാഷാ അല്ലാ. ഏതായാലും നമ്മള് അങ്ങോട്ട് അനിയനിക്കും ഇളച്ചിക്കൊക്കെ ഓൽക്കൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം അപ്പൊ ഏതായാലും ഞങ്ങളിപ്പോ ഇത് കഴിക്കാൻ പോകണ്. ഭയങ്കര സന്തോഷമുണ്ട്. കുട്ടികളൊക്കെ അത് കാത്തിക്കണ് കഴിക്കാൻ വേണ്ടിട്ട്. ഇല്ലമ്മ? എല്ലാരും കാത്തിക്കന്നെ. സ്പെഷ്യലി ഉമ്മാക്ക് എന്താ പറയാ, നമ്മ ഇങ്ങനത്തെ ഒന്നും അനുഭവിച്ചിട്ടില്ല. ഫുൾ പണി മക്കളെ വളർത്താൻ നടന്നാൽ ഇങ്ങനത്തെ ഒരു സംഭവം അനുഭവിച്ചിട്ട് അതാ ഞാൻ പറഞ്ഞത്. എല്ലാ ഇമ്മാരും മയക്കല്ല. ഏതായാലും ഇങ്ങോട്ട് പറയാൻ ഈ സാധനം ഒന്നിക്കൊന്ന് ഏതൊക്കെ കഴിക്കാന്ന് പറയാൻ പറ്റൂല. അപ്പം പിന്നെ ഇതിന്റെ കൂടെയുള്ള ഐറ്റംസുകളാണ് വേറെ ഈ കാണിക്കണത്. ഇതാ അതിന്റെ കൂടെ ഉണ്ടാ ഇതെന്താ സംഭവം? എന്താ നോക്ക മാന്തിരി കാര്യം എനിക്ക് പറ്റിയ സാധനം ഇല്ല. തരാ അല്ല സിംഗാണല്ലോ. ഏത്? മൻമോഹൻ സിംഗാ? നമ്മുടെ സാറ് മൻമോഹൻ സിംഗ്. ഇതാണ് സാധനം. ഒരു ഐറ്റം. ഉമ്മ നിങ്ങൾ തുടിച്ചൂലേ? നന്നാവോ? എന്താ ഇതിനൊക്കെ പറയാം. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഞങ്ങളിപ്പോ ഇത് എന്താണ് ആ ഒരു സിനിമന്റെ പേരിൽ മറന്നതിനാണ്. കാട്ടുന്ന വരും അബു സലീമും ഇവരൊക്കെ, അല്ല സലീം കുമാറും ഇവരൊക്കെ കാട്ടുന്ന ഇങ്ങനെ മേത്തതൊക്കെ കെട്ടിക്കാണ്ട് പാമ്പു പൈസ
ബാബു ബോയ്സിന്റെ സിനിമയിലുണ്ടല്ലോ ഞങ്ങള് ഒരു കാട്ടിന്ന് നമ്മളെ സലീം കുമാറും ടീമൊക്കെ വന്നിട്ട് അങ്ങാടിയിൽ വന്നിട്ട് അങ്ങനെ അന്തം വിടുന്ന ആ അവസ്ഥയിൽ ഞങ്ങൾ പൊന്നാരം ഈ സാധനമൊക്കെ കണ്ടിട്ട് പെരിഞ്ചായ കുടിയുണ്ടതാ മോട്ടിയാ പുളിയല്ലേ മോട്ടിപ്പോ ചെറുപ്പത്തിൽ ഇതൊക്കെ സുന്ദരം കുറിച്ചൊക്കെ തുടങ്ങിയത് ഞാൻ കാണാതെ കാണാൻ ഇച്ചിരി വയസ്സ് പ്രായമായിട്ട് അതാ ഞാൻ പറഞ്ഞ ഉമ്മയാണ് ഇത് അനുഭവിക്കേണ്ടത്. അല്ലെങ്കിൽ ആദ്യം കാണാ ഈ സാധനം കായ്ക്കാണല്ലേ ഞാൻ ഇവിടുന്ന് കാണുന്നു പെരുമ്പട്ടാണ് നല്ല നല്ല ടേസ്റ്റില് ജ്യൂസാണ്. വൈകുന്നേരം ഓവർ മധുരമില്ല. മാള് വൈകുന്നേരം ജിമ്മിന് പോകും. ഇപ്പൊ രണ്ടു നേരം പനിയായിട്ട് പോയിട്ടില്ല. അത് നിർത്തിയല്ല ഈ ഭക്ഷണം കണ്ട് പനി പിന്നെ ഫുൾ പണി അത് കഴിച്ചാതെ പോകാൻ പറ്റില്ല. പനി പിന്നെ ഫുള്ള് വീട്ടില് ഈ പെയിന്റിങ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പണി ഒരുപാട് പണി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോവാൻ. പിന്നെ ഈ സാധനങ്ങൾ കണ്ടിട്ട് പോകാൻ തോന്നൂല്ല. അതൊന്നുമില്ല, അങ്ങനെയൊന്നും തോന്നൂല. ഇന്നലെ കാണാൻ വന്നേ ഇതുവരെ സാധനം അപ്പൊ ഇതൊക്കെയാണ് ഐറ്റംസ് കേട്ടാ. ഉമ്മാക്കിയതാ ചോക്ലേറ്റിന്റെ ജ്യൂസ് അങ്ങനെ ഉണ്ട് നോക്കണേ കുടിച്ചിട്ട്. സമൂത് ഞാൻ പറയും സമൂത് കുടിച്ചാൽ രസമുണ്ട്. എനിക്ക് വെച്ചറപ്പേ സാധനം ഉമ്മ കുടിക്കലില്ല, അതുകൊണ്ടാണ്. മോളുവാ ഒരു ഇവരിറക്കി രണ്ടാമത്തെ ഇവരായി ഇതൊക്കെ എന്താണ്? ഇതെന്താ ഈ പാക്കറ്റ് ഇല്ല കച്ചവടം പൊന്നിച്ചാളി ജെല്ലാണ് തൊള്ളി കണ്ടോളി. മോളുടെ ഒന്ന് വിളിച്ചടിക്കണം. മാളു ജല്ല ജലാലാണായിട്ടാ രസണ്ടാ? ഇല്ല എന്റെ കുട്ടിയെ പൊളിച്ചാൻ കൊടുത്താ. നോക്കട്ടെ എന്താ പാട് എന്നിട്ടാ. മൊത്തം ചീത്തറ ഇതൊക്കെ എന്താണ്? ജല്ല ജലാല ജെല്ലാണ്. ഇത് നമ്മളവിടെ നിന്ന് വാങ്ങാൻ കിട്ടണ കേട്ടത് ഇല്ല ഇവിടെ ഉണ്ടാ? ജ്യൂസായി കിട്ടൂല. ഇതിങ്ങനെ കാണാൻ കിട്ടൂല. അനക്കാണോ ഇത് ജെല്ലി മുട്ടായി. ഇത് നമ്മളവിടെ ഇല്ലല്ലോ. ഇല്ല, വേറെ മോഡലാണ് ഈ ഉമ്മ സാധനം. ജെല്ലാണോ? ജെല്ല് ഇത് ശരിക്കും ഒറിജിനൽ പോലെ. ആ ജെല്ല് കുറച്ച് ഉമ്മ കൊടുത്തു പാടെ അറിയാം. ഉമ്മ തിന്നൂല. ജെല്ല് ഇമ്മാക്ക് ഇഷ്ടം കടിച്ചു. ഇമ്മാക്ക് എന്താണ് ഉമ്മ ജെല്ല് വേണേ രസം തരാ. എന്താ കാട്ടുക? അപ്പൊ ഏതായാലും നമുക്ക് ഈ ഫുഡ് വന്നതിന്റെ കൂടെ വേറെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളുടെ നോക്കട്ടാ. ഇതാ വാഷ് ബേസിൻ ഇടണ. ആ നമ്മളെ വേസ്റ്റിന്റെ ഇവിടെ ഉള്ള ടോവലാണ്. എന്താ സാധനം? സൂക്ഷിച്ചെടുക്കണം മുട്ടായികള്. കൈ അമർത്തുക. കൈ രണ്ടാളും തൊടരുത്. ഇത് തൊട്ട ഓനം തൊടും. എന്തൊക്കെ മുട്ടായികള്. ടൈല് ഇത് കണ്ടാലേ ഈ രണ്ടും അമരൂല. അവ അങ്ങനെ അമർത്തി വെച്ചാണ് ഓയ്ക്കുള്ളതാണ്. ആ അപ്പൊ നമ്മൾ ഇത് ഇമ്മ പൊളിച്ചിനി കൂടാൻ പറ്റുള്ളൂ. മാങ്കോ അച്ചാറ്. പൊളിച്ചിനി മാളൂന്റെ അടുത്തേക്ക് അച്ചാറാണ്. ഏയ് പാലാട്ടുണ്ട്. കട്ടുമാങ്ക. ഇതെന്താ അറിയോ? കോയട. എന്താണ് കോയട? ഇതമ്മ ഇവിടെ ഇട്ടാ അതൊക്കെ ഇതൊക്കെ ആൾ ഇവിടെ ഉണ്ട്. ഞാൻ എവിടേക്ക് വരാന്ന് പറഞ്ഞേ. ഇവിടെ ഇതാ വേഫറോള്. ഇത് കോയട, ഭയങ്കര എരിവിക്കാണ്. ബേഫറോള്, ഇത് കട്ടുകണല്ലേ? ഇത് തുറന്നു മുട്ടായി. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഒരു ചോക്ലേറ്റിന്റെ പാക്കറ്റ് ഇട്ടിട്ടാ. വീണ്ടും ഒരു ഇനിയുണ്ട് സാധനങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഇത് കോയടയാണ്. പിന്നെ ഒരു സാധനമില്ലേ വണ്ടിന്റെ മാങ്ങച്ചാറ്. അപ്പൊ ഇതൊക്കെയാണ് ഐറ്റംസുകള്. പിന്നെ എന്താ ഫോണിന്റെ എന്തോ വണ്ടിമ്മ കൊടുക്കണ എന്തോ കുന്താണുണ്ട് അല്ലേ? അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. പാലാട്ട് കട്ടുമാങ്ങയാണ് ഉമ്മ. മാങ്ങച്ചാറ്. മാങ്ങച്ചാറ്.
അപ്പൊ എന്താ മോളോ എന്താ സംഭവം പറയും? ഇതെന്താ സംഭവം എന്നറിയോ? ഇത് നമ്മളെ കുട്ടിമോൻക്ക് മാത്രമായിട്ട് ഇത് കുട്ടിമോൻക്ക് കൊടുക്കണം എന്നതിങ്ങാണ്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു ഗിഫ്റ്റ്. ഈ നമ്മളെ ഈ ഫർണിച്ചറൊക്കെ വന്നപ്പോ അതിന്റെ കൂടെ അത് കുട്ടിമോൻക്ക് കൊടുക്കണം എന്നതിങ്ങാണ്ട് തന്നാണ്ട്. അതെ. അപ്പൊ ആ സബ്സ്ക്രൈബർ കുട്ടിമോൻക്ക് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാണ്. അതുപോലെ തന്നെ ഈ മറ്റുള്ളവർക്കൊക്കെ അതിൽ ഉണ്ടാവും കേട്ടോ. കുട്ടിമോൻക്ക് എന്ന് വെച്ചാല് കുട്ടികൾക്കൊക്കെ ഉണ്ട് അതില്. അപ്പൊ ഏതായാലും ഇതിന്റെ വിശദാംശങ്ങൾ അതെ കുട്ടിമോന്റെ കൈ കൊടുക്കണത് പറഞ്ഞാണ്. അപ്പൊ കുട്ടിമോന്റെ കൈ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്. അപ്പൊ ഈ ഒരു പാക്കറ്റ് ഉണ്ട് ഈ മുട്ടായിന്റെ കൂടെ വന്നാണ്. ഇത് തൊള്ളിയിലിട്ടാൽ എന്താ സംഭവം? പൊട്ടുന്ന ആ ഉമ്മക്കൊന്ന് പൊട്ടു നോക്കണേ. കടിച്ചരുത്. നാവും അങ്ങനെ വെക്കുക. നാവും അങ്ങനെ വെക്കുക. നാവ് നനച്ചു കണ്ട് ഒരു എണ്ണണിക്ക് തന്നാളേ ഞാൻ നോക്കട്ടെ. കിട്ടിയ മോര് കിട്ടിയ കൊട്ടി കൊടുക്കുന്ന ഞങ്ങൾ നോക്കട്ടെ. ഇത് തൊള്ളിക്ക് ഇങ്ങനെ ഇട്ടാല് പൊട്ടുന്നൊക്കെ കമ്പില് പറഞ്ഞത്. അപ്പൊ ഇമ്മി ഞാനൊന്ന് ഇതാ നാവും പെട്ടാണ് ഇങ്ങനെ നനക്കി ഉമ്മക്ക് അതെയാ കുട്ടിക്കളി. നാവും അങ്ങനെ നനച്ചു വെക്കി. എങ്ങണ്ട് പൊട്ടണിയേ? പൊട്ടുണ്ട് പൊട്ടുണ്ട്. ഇല്ലമ്മ പൊട്ടിനുണ്ട് മധുരമുണ്ട്. ടിണ്ടിടിച്ചിട്ടിങ്ങനെ ദേശം കൂടിതാ. ഇത് തൊള്ളി നാമ വെക്കുക. നാമ വെക്കുകയാണെങ്കിൽ തൊള്ള കുട്ടിയാക്കണി ഒന്നും ചെയ്യാതെ. എങ്ങണ്ട് ഇമ്മ എങ്ങനെയുണ്ട്? നല്ല എന്ത് രസമുണ്ട്. ഇല്ല ഒരു പൊട്ടി തന്നെയുണ്ടാ? പൊട്ടി അതേ പൊട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ സാധനം. ഇതിന്റെ പേരെന്താ കുട്ടി പറഞ്ഞേ? ഉന്നക്കായ. നല്ല ടേസ്റ്റാണ്, ഒന്നും പറയില്ല. പെരും ടേസ്റ്റ്. ഇതിന് എന്തൊക്കെയാ നോക്കട്ടെ. പെരുഞ്ച ടേസ്റ്റ്. ഉമ്മ ഇരിക്കും ഇരിക്കും. അപ്പൊ ഞങ്ങളെ വിഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? എന്താ പറയാ, ഒന്നും പറയാൻ വാക്കിട്ടെ. ഞാൻ കൊടുത്തയച്ച ആൾക്ക് ദീർഘാസ് കൊടുക്കട്ടെ, ബിസിനസ് കാര്യങ്ങളെല്ലാം ഉയർച്ച കൊടുക്കട്ടെ, സന്തോഷം നൽകട്ടെ. അല്ലേ? എങ്ങനെയാ ഉയർത്തുക പറയാൻ പറ്റൂല. കൊടുക്കാനായിട്ട് നമുക്ക് തന്നെ പോരില്ല. സത്യമാണ്. അതെ, കൊടുക്കട്ടെ. എല്ലാം ബർക്കത്ത് കൊടുക്കട്ടെ. ഉമ്മാടെ ഇരിക്കും. ഞാൻ തിന്നോളാം. അപ്പൊ മക്കളെ ഞങ്ങളിത് കഴിച്ചു കഴിഞ്ഞു. നാളെ ഇതിലും വലിയ ഒരു നിങ്ങൾ ഞെട്ടിക്കുന്ന വേറെ വീഡിയോ നാളെ വീണ്ടും വരാം കേട്ടോ. ഇതിന്റെ ബാക്കി ഇനിയും വരാണ്ട്. വേറെ സംഭവം ഉണ്ട്. എന്താന്ന് ഇപ്പൊ പറഞ്ഞില്ല, സർപ്രൈസ് ആണ്, വേറെ വീഡിയോ. അപ്പൊ നാളെ പുത്തൻ വിശേഷങ്ങളുമായി പുതിയ വിവരങ്ങളൊക്കെ നാളെ വീണ്ടും വരാം. അതിന് നിങ്ങൾക്കും ഞങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആയുസ് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ. എല്ലാവർക്കും ബൈ ബൈ.